വെജാസ് എഷു ടെൽസിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. നമുക്ക് 10ാം ക്ലാസ്സിൽ 7 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. കെമിസ്ട്രിയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചാപ്റ്റർ 1 ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡിലൊക്കെ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം എല്ലാ മാറ്റേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൂടി ചേർന്നാണ്. അപ്പോൾ ഈ ആറ്റംസിന് കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ആറ്റം ആണെങ്കിൽ ആറ്റത്തിന് സെൻട്രലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് ഷെല്ലുകൾ, അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിരിക്കുന്നത്. 3 പാർട്ടിക്കിൾസ് ആണുള്ളത്, പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും അതുപോലെ ന്യൂട്രോൺ ചാർജ് ലെസ് ആയിട്ടുള്ളതും പിന്നെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആയിരുന്നു. ഈ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഉള്ളത് നമ്മളുടെ ന്യൂക്ലിയസിനുള്ളിലും ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ റിവോൾവ് ചെയ്യുന്ന ഈ പാത്തിനെ നമ്മൾ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഷെൽ ഓർ ഓർബിറ്റ്. ഓക്കെ, 4 ഷെല്ലുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? കെ, എൽ, എം ആൻഡ് എം. 4 ഷെല്ലുകളിലെ നമുക്കറിയാം കെ ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. എല്ലിൽ 8 ആണ്, എമ്മിൽ 18 ആൻഡ് എന്നിൽ 32 ആണ്. അത് കാണാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചില്ലേ? 2n² ആണ്. നമുക്കറിയാം ഒരുപാട് ആറ്റോമിക് മോഡൽ കണ്ടെത്തിയിട്ടുണ്ട് സയൻറ്റിസ്റ്റുകളിൽ. ജെ തോംസൺ മോഡൽ, റുദർഫോർഡ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? നീൽസ് ബോർ ആറ്റം മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ പിന്നീട് അതിനുശേഷം വന്ന സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു? വേറൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? ഒരു ആറ്റത്തിൽ ഷെല്ലിനെ കൂടാതെ സബ്ഷെൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 4 സബ്ഷെല്ലുകളാണുള്ളത്. എസ്, പി, ഡി ആൻഡ് എഫ് എന്ന് പറയുന്നത്. നമ്മളൊരു ബാഗ് എടുക്കുകയാണെങ്കിൽ ആ ബാഗിന് എന്തുണ്ടാവും? കുറേ അറകളുണ്ടാവും. അപ്പോൾ അതിനെ കൂടാതെ എന്തുണ്ടാവും? ഈ അറകൾക്കുള്ളിൽ എന്തുണ്ടാവും? ചെറിയ പോക്കറ്റ്, മഴയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ പോക്കറ്റുകളും ഉണ്ടാവും. നമ്മൾ ഈ ഒരു ബാഗിൻ്റെ അറകളെ നമ്മൾ എന്താക്കി എടുക്കുക? ഷെല്ലായിട്ട് എടുത്താൽ എന്താ ചെറിയ പോക്കറ്റുകൾ ഉണ്ടാവില്ല അതിനുള്ളിൽ, അതിനെ നമുക്ക് സബ്ഷെൽ എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പറഞ്ഞു അല്ലേ? അതുപോലെ ഓരോ സബ്ഷെല്ലിലും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എസിൽ 2 ഇലക്ട്രോണുകളാണ്, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ ആൻഡ് എഫിൽ 14 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഷെല്ലിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? സബ്ഷെൽ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കെ എന്ന് പറയുന്ന ഷെൽ, അതിൽ പിന്നെ സബ്ഷെൽ എന്ന് പറയുന്നത് എസ് മാത്രമാണ്. എല്ലിലുള്ളത് എസും പിയും ഉണ്ട്. എമ്മിൽ എസും പിയും ഡി എന്ന് പറയുന്ന സബ്ഷെല്ലുണ്ട്. ആ ലാസ്റ്റ് വണ്ണാണ് എൻ എന്ന് പറയുന്നത്. അതിൽ എസ്, പി, ഡി ആൻഡ് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലുകളുണ്ട്. നമുക്ക് അതുപോലെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഷെൽ നമ്പർ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത് 1ാമത്തെ ഷെല്ലാണ്, എല്ല് 2ാമത്തെ ഷെല്ലും, എം 3ാമത്തതും, എൻ എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലുമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കാണാൻ കഴിയുന്നുണ്ടോ? നോക്കല്ലേ? കെയുടെ ഷെൽ നമ്പർ 1 ആണ്. ഇതിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് എസ് മാത്രമേ ഉള്ളൂ. എല്ലിൻ്റെ ഷെൽ നമ്പർ 2 ആണ്. അതിൽ 2 സബ്ഷെല്ലുകളുണ്ട്. എമ്മിൽ 3 ഷെൽ നമ്പർ 3 ആണ്, 3 സബ്ഷെല്ലുകളുണ്ട്. എൻ്റെ 4, അതിലുള്ളത് 4 സബ്ഷെല്ലുകളാണ്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടി. എന്താണ്? അതായത് നമ്പർ ഓഫ് ഷെൽ നമ്പർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് സബ്ഷെൽ. ഓക്കെ, ഷെൽ നമ്പർ എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് സബ്ഷെൽസ് ആണ്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജിയാണ്. നമുക്കറിയാം ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഇലക്ട്രോൺ എന്തായിരിക്കും? എനർജി കുറവായിരിക്കും. അതായത് കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എനർജി കുറവായിരിക്കും. അതിനേക്കാൾ കൂടുതലായിരിക്കും എല്ലിന്, അതിനേക്കാൾ കൂടുതലായിരിക്കും എന്ത്? എമ്മിന്, എന്നിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് അറേഞ്ച്ഡ് ഇൻ സബ്ഷെൽ ആൾസോ.
അടിസ്ഥാനത്തിലാണ്, അതായത് എനർജി ലെവൽ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കെ ഷെല്ലിലുള്ള 1s എന്ന് പറഞ്ഞ സബ്ഷെല്ലിനായിരിക്കും ഏറ്റവും കുറവ് എനർജി ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് ഫിൽ ചെയ്തതിനു ശേഷം പിന്നീട് 2s ഫിൽ ചെയ്തു, പിന്നെ 2p പോകും, പിന്നെ 3s, പിന്നെ 3p, നെക്സ്റ്റ് 3d, പിന്നെ അത് കഴിഞ്ഞിട്ട് 4s ഫിൽ ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എലമെന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് കെ ഷെല്ലിലായിരിക്കും. അത് സബ്ഷെല്ലാകുമ്പോൾ 1sലായിരിക്കും ഫിൽ ചെയ്യുക. പിന്നെ നമ്മൾ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതേണ്ടത് ആ സബ്ഷെല്ലിന്റെ തൊട്ട് മുകളിലായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിലാകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ വരിക, 1s1 എന്നാണ് വരിക. നെക്സ്റ്റ് ആണ് ഹീലിയം. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ അത് വരിക 1s2 ആണ് വരിക. നെക്സ്റ്റ് ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3. അപ്പോൾ 1s1. നെക്സ്റ്റ് 1s2. നെക്സ്റ്റ് 2s1 ലേക്ക്. നെക്സ്റ്റ് ബെർലിയത്തിന്റെ 4 ആണ്. അതിന്റെ ഫിൽ ചെയ്യുക ഫസ്റ്റ് 1s2, അതായത് എസ്സിൽ ഫിൽ ചെയ്തതിനു ശേഷം പിന്നെ 2sലേക്ക് പോകും, 2s2 വരും. ഓക്കെ, ഇത് ഈസിയാണ്. ഇത് കുറേ എണ്ണം ചെയ്ത് ശീലിച്ചാൽ വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നൈട്രജൻ നോക്കാം. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക ആദ്യം 1s ഫിൽ ചെയ്യും. നമുക്കറിയാം എസ്സിൽ ഫിൽ ചെയ്യാൻ കഴിയുന്നത് 2 ആണ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ് 2s ഫിൽ ചെയ്യും, 2s2 വരും. നെക്സ്റ്റ് 2p ഫിൽ ചെയ്യും അല്ലേ, 2p3 വരും. നെക്സ്റ്റ് ഓക്സിജൻ നമുക്കറിയാം എത്രയാണ്, 8 ആണ്. അപ്പോൾ ആദ്യം 1s ഫിൽ ചെയ്യും, 1s2, പിന്നെ 2s 2 ഇനി ബാലൻസ് വരുന്നുണ്ട്. ഇപ്പോൾ 2p വരും, 2p4 ആണ്. ഓക്കെ, നെക്സ്റ്റ് Na, സോഡിയം 11 ആണ്. അപ്പോൾ ഇതെങ്ങനെ വരിക, 1s2, 2s2. ഇതിങ്ങനെ ആഡ് ചെയ്ത് ഈ മോളിൽ കൂട്ടി നോക്കി നമുക്ക് വേഗം ചെയ്യാൻ കഴിയും. 2p6, നെക്സ്റ്റ് 2p6, 3s2 ഇങ്ങനെയാണ് വരിക. ഓക്കെ, 3s1 ആണ് വരിക. നെക്സ്റ്റ് വൺ ആണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം അങ്ങനെ പോയിട്ടുള്ള ആറ്റോമിക് നമ്പർ 30 വരെയുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് നമുക്കറിയാം ആദ്യം 1s ഫിൽ ചെയ്യും, 1s2, ഇനി ഒരുപാട് ഇലക്ട്രോൺസ് ബാലൻസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് 2s ഫിൽ ചെയ്യും, 2p മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് 6 ആണ്. അപ്പോൾ നോക്കുമ്പോൾ 2 + 2 4 10 ആയിട്ടുള്ളൂ അല്ലേ. പിന്നെ 3s പോകും, 3s2, 3p6 ആൻഡ് 3d1 ഇങ്ങനെയാണ് വരിക അല്ലേ. നമുക്കറിയാം ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്, ഇത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ എനർജിയാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് പൊട്ടാസ്യം ദിസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6 ആൻഡ് 4s1 ആണ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ 4s എന്ന് പറയുന്ന സബ്ഷെല്ലിന് 3dയേക്കാളും എനർജി കുറവാണ്. അതുകൊണ്ടാണ് 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് എന്തിലേക്ക് ഫില്ല് ചെയ്യുക, 3dയിലേക്ക് ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് 1s2, 2s2, 2p6, 3s2, 3p6, ബാക്കി വരിക 3d3 ആണ് അല്ലേ. പക്ഷെ നമുക്കറിയുന്നത് 3dയിലല്ല ആദ്യം ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുക, 4s ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യൂ, 3dയിൽ ഫിൽ ചെയ്യുന്നു.
അപ്പോൾ ഇതെന്താണ് തെറ്റായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇതിന്റെ കറക്റ്റ് വരിക 1s2 2s2 2p6 3s2 3p6 4s4ൽ ഫില്ല് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും 3Dയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3Dനെ 3pൻ്റെയും 3sൻ്റെയും കൂടെ തന്നെ എഴുതാം. കുറച്ചുകൂടി ഒരു ഇത് ശരിയാണ്, തെറ്റൊന്നുമില്ല. 1s2 2s2 2p6 പക്ഷെ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം 4sൽ ഫില്ല് ചെയ്തതിന് ശേഷം 3Dയിൽ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ്. നമുക്കറിയാം ഒരുപാട് ആറ്റോമിക് നമ്പർ വലുതായിട്ടുള്ള എലമെന്റ്സിനൊക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനൊന്ന് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനേർട്ട് ഗ്യാസസിൻ്റെ ആറ്റോമിക് നമ്പർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 19 ആണ് അല്ലേ. ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p6 3s2 3p6 നെക്സ്റ്റ് 3D ആണോ വരിക അല്ലെ. 4sൽ ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും 3Dയിൽ ഫില്ല് ചെയ്യും, കാരണം ഇതിനാകെ ബാലൻസ് ഒന്നേ ഉള്ളൂ 4s1 3Dയിലേക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ സമ്മറൈസ് ചെയ്ത് ചുരുക്കി എഴുതാൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റ് ഗ്രൂപ്പ് ഇതായിരുന്നു ഇനേർട്ട് ഗ്യാസസ് അല്ല നോബിൾ ഗ്യാസസ് എന്ന് പറയും. അതിൽ വരുന്നതായിരുന്നു ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ എന്നൊക്കെ പറഞ്ഞ് കുറയണം. അപ്പോൾ നമുക്കറിയാം ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, നിയോണിൻ്റെ 10 ആണ്, ആർഗൺ 18 ആണ്. ഓക്കെ, ഈ രണ്ട് എലമെന്റ്സിൻ്റെ ആറ്റോമിക് നമ്പറും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ, നമുക്കറിയാം പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് 19 ആണ്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p6 3s2 3p കഴിഞ്ഞിട്ട് ഇതിലാണ് 3Dയിലല്ല ഫില്ല് ചെയ്യുക 4sലാണ് ഫില്ല് ചെയ്യുക 4s1 ആണ്. ഓക്കെ, പൊട്ടാസ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ് ആർഗൺ ആണ്. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആർഗണിനെ ഒരു ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ആർഗൺ 18 ആണ്, ബാക്കിയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. കാരണം 1s നോക്കിയാൽ മതി 2 + 2 4 + 6 10 10 + 12 10 + 2 12 12 + 6 18 ആണ് വരുന്നത്. കാരണം ഈ 18 വരെ എന്താണ് ആർഗൺ വരും. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ ബാലൻസ് ഉള്ള ഇവിടെ ഏത് മാത്രമാണ് 4s1 മാത്രമാണ്. അതെന്ത് ചെയ്യാം ഇവിടെ എഴുതി. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. എണ്ണ എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 1s2 2s2 2p6 ആൻഡ് 3s1 ആണ് അല്ലേ. ഈ സോഡിയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ് സോഡിയം 11 ആണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഏതാണ് നിയോൺ എന്ന് പറയുന്നത് ഒരു ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഇവിടം വരെ നോക്കിയാൽ മതി. ഇത് 10 ആയി, 10 വരെ ഉള്ളത് നിയോണിൻ്റെതാണ്. ബാക്കിയുള്ള മാത്രം എഴുതിയാൽ മതി. NE ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ബാക്കിയുള്ള 3s1 മാത്രം ആഡ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഒരു എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കി പഠിക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് കാൽസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 20 ആണ്. അപ്പോൾ അതിൻ്റെ എഴുതി വെക്കുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 നെക്സ്റ്റ് 3p കഴിഞ്ഞാൽ 3Dയിലാണോ ഫില്ല് ചെയ്യുക അല്ല 4sലാണ് ഫില്ല് ചെയ്യുക 4s2. ഓക്കെ, നമുക്കറിയാം കാൽസ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് കാൽസ്യം 20 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ആർഗൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം ആർഗണിനെ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ബാക്കിയുള്ളതിനെ പുറത്ത് എഴുതിയാൽ മതി. ആർഗൺ ബാക്കി എത്ര വരും 4 + 6
ബാക്കി 4s2 മാത്രമാണ് ബാലൻസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയം എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ക്രോമിയം ആറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് 3p6 കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും, 4sൽ 2 ഫിൽ ചെയ്തതിന് ശേഷമാണ് 3d ഫിൽ ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഓഫ് ക്രോമിയം ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റോങ് ആണ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d, 5 and 4s1. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് കോപ്പറിനെ നോക്കാം. കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29 ആണ്. അപ്പോൾ അത് വരിക 1s2, 2s2, 2p6, 3s2, 3p6, നെക്സ്റ്റ് 3d, 10 and 4s1. ഇങ്ങനെയാണ് വരിക. സോറി, 4s2, 3d, 9 അല്ലേ? നമ്മൾ സാധാ പഠിച്ച രീതിയിൽ എഴുതുകയാണെങ്കിൽ ഈ രീതിയിലാണ് വരിക. പക്ഷേ ഇൻ കേസ് ഓഫ് കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d, 10 and 4s1 ആണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡി സബ്ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 10 ആണ്. ക്രോമിയത്തിന്റെ കേസിൽ നമ്മൾ ഇതിന്റെ 3d എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ ഹാഫ് ഫില്ലഡ് ആണ് അല്ലേ? അതായത് 5 ആണ് വരുന്നത്. കോപ്പറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 3d സബ്ഷെൽ എന്ന് പറയുന്നത് ഫുള്ളി ഫില്ലഡ് ആണ്. നമ്മളെ 3d എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ ഡി സബ്ഷെൽ എന്ന് പറയുന്നത് അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത് ഒന്നെങ്കിൽ ഫുള്ളി ഫില്ലഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹാഫ് ഫില്ലഡ് ആയിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസിൽ. ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിൾ എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത് ഇത്രയും ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? അതെ, ബോർ മോഡൽ ഓഫ് ആറ്റം എലവേറ്റ് ചെയ്തതിനു ശേഷം എന്ന് പറഞ്ഞു ഷെല്ലിനെ കൂടാതെ ഒരു ആറ്റത്തിനുള്ളിൽ സബ്ഷെൽ എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. 4 സബ്ഷെല്ലുകളാണുള്ളത്. S, P, T and F എന്ന് പറയും. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണവും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഷെല്ലിനുള്ളിലാണ് സബ്ഷെല്ലുകൾ. അപ്പോൾ ഷെൽ നമ്പറിന് ഈക്വൽ ആയിട്ട് നമ്പർ ഓഫ് സബ്ഷെൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നമുക്കറിയാം ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയാണ്. അതുകൊണ്ട് 1sൽ ഫിൽ ചെയ്തതിന് ശേഷം 2s, 2p, 3s അങ്ങനെയാണ് ഫിൽ ചെയ്യുക. പിന്നെ ഇലക്ട്രോണിന്റെ സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ നമ്പർ എഴുതുന്നത് സബ്ഷെല്ലിന്റെ തൊട്ട് മുകളിലായിട്ടാണ് എഴുതുക. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം പോലെയുള്ള എലമെന്റ്സ്. അതിൽ പറയുന്നത് 3dക്ക് 4sനേക്കാളും എനർജി കൂടുതലാണ്. അതുകൊണ്ട് 4sലാണ് ആദ്യം ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുക. നെക്സ്റ്റ് വൺ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇനർട്ട് ഗ്യാസസ്. നമുക്കറിയാം ആറ്റോമിക് നമ്പർ കൂടിയിട്ടുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് പറയുന്നത്. അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതെ, ഈ ഒരു ഇനർട്ട് ഗ്യാസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചുരുക്കി എഴുതുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ടോപ്പിക് ആണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയം. അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത് 3dയിലെ ഹാഫോ അല്ലെ ഫുള്ളി ഫില്ലഡ് ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ.